മെഡിക്കലും എഞ്ചിനീയറിംഗുമെല്ലാമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. നീറ്റ് 2024 ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 16 വരെ നീട്ടി. വൺ ടൈം കറക്ഷൻ 17-ന് ശേഷം. ജെഇ മെയിൻ സെക്കൻഡ് സെഷൻ എക്സാം സിറ്റി അനൗൺസ്മെന്റ് മാർച്ച് 25-ന്. അഡ്മിറ്റ് കാർഡ് ഏപ്രിൽ 2 മുതൽ. കേരള മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 20-ന് ശേഷം. എഞ്ചിനീയറിംഗ് ഓൺലൈൻ എൻട്രൻസ് എക്സാം മെയ് 15 മുതൽ. കേരള മെഡിക്കൽ ഫ്ലോട്ടിംഗ് സംവരണം പിന്നോക്ക വിഭാഗത്തിന് നഷ്ടപ്പെടുന്നത് 174 MBBS സീറ്റുകൾ. CUET എക്സാം മെയ് 15 മുതൽ. BSc അഗ്രികൾച്ചറിന് ഇപ്പോൾ അപേക്ഷിക്കാം. മാർച്ച് 26 അവസാന തീയതി. BSc നഴ്സിംഗ് എൻട്രൻസ് കർണാടകത്തിൽ ഏപ്രിൽ 18-ന്, കേരളത്തിൽ ജൂൺ 15-ന് ശേഷം. CETക്ക് ഇപ്പോൾ വീണ്ടും അപേക്ഷിക്കാം. എയിംസ് BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. പരീക്ഷ ജൂൺ 8-ന്. JEE അഡ്വാൻസ്ഡ് മെയ് 26-ന്. ഓൺലൈൻ അപേക്ഷ JEE മെയിൻ റിസൾട്ട് ഏപ്രിൽ 25-ന് പ്രസിദ്ധീകരിച്ചതിന് ശേഷം. കുസാറ്റ് ബിടെക് എൻട്രൻസ് മെയ് 10 മുതൽ. ഓൺലൈൻ ആപ്ലിക്കേഷൻ മാർച്ച് 15-ന് അവസാനിക്കും. CMC വെല്ലൂർ MBBS BSc നഴ്സിംഗ് പാരാമെഡിക്കൽ മാർച്ച് 21 വരെ അപേക്ഷിക്കാം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് IAT ജൂൺ 9-ന്. അപേക്ഷ ഏപ്രിൽ 1 മുതൽ. ബിറ്റ്സാറ്റ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഏപ്രിൽ 11-ന് അവസാനിക്കും. 1 വർഷം 2 അവസരങ്ങൾ. ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവേശന പരീക്ഷ മെയ് 19-ന്, ഏപ്രിൽ 15 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. BR പ്രവേശനം ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷ ഏപ്രിൽ മുതൽ. ഒരാൾക്ക് 3 അവസരങ്ങൾ. അപേക്ഷ ആരംഭിച്ചു. IIIT ഹൈദരാബാദ് എൻട്രൻസ് എക്സാം മെയ് 4-ന്. അപേക്ഷ ഏപ്രിൽ 1 വരെ. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻട്രൻസ് മെയ് 12-ന്. അപേക്ഷ മാർച്ച് 26-ന് അവസാനിക്കും. IIM ഇൻഡോർ IP മാറ്റിന് മാർച്ച് 26 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. UCED 2024 റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് മാർച്ച് 31 വരെ അപേക്ഷകൾ സമർപ്പിക്കണം. വാർത്തകൾ വിശദമായി. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് രാജ്യത്തെ MBBSന്റെയും BDSന്റെയും അതുപോലെ BSc നഴ്സിംഗ് പ്രവേശനത്തിനുമൊക്കെയുള്ള മെഡിക്കൽ പ്രവേശന പരീക്ഷ മെയ് 5-ന്. 25 ലക്ഷം കുട്ടികളാണ് ഓഫ്ലൈൻ രീതിയിൽ ഇന്ത്യക്ക് അകത്തും പുറത്തുമായി നീറ്റ് 2024 എഴുതുന്നത്. ഓൺലൈൻ അപേക്ഷ മാർച്ച് 16 വരെ നീട്ടിയിരിക്കുന്നു. അതിനുശേഷം അപേക്ഷയിൽ വേണ്ട തിരുത്തലുകൾ വരുത്തുവാൻ ഒരാഴ്ച സമയം അനുവദിക്കും. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച എല്ലാ വിവരങ്ങളും ആവശ്യമെങ്കിൽ തിരുത്താൻ അനുവദിക്കുന്നതാണ്. ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചതിന് ശേഷമാണ് വിദേശത്ത് എക്സാമിനേഷൻ സെൻ്ററുകൾ അനുവദിച്ചത്. അതിനാൽ ഏതെങ്കിലും കുട്ടികൾക്ക് മെയ് 5-ന് വിദേശത്തേക്ക് എക്സാം സെൻ്ററുകൾ മാറ്റുവാനോ തിരിച്ച് സ്വദേശത്തേക്ക് മാറ്റുവാനോ ഉള്ള സൗകര്യവും അപേക്ഷാ ഫീസ് കൂടുതലായിട്ട് അടയ്ക്കാനുള്ള സൗകര്യവും വൺ ടൈം കറക്ഷൻ ഫെസിലിറ്റിയിൽ അനുവദിക്കും. എല്ലാ കുട്ടികൾക്കുമുള്ള എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് ഏപ്രിൽ 20-ഓടുകൂടിയും നീറ്റ് 2024 അഡ്മിറ്റ് കാർഡുകൾ ഏപ്രിൽ അവസാന വാരവും വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഇന്ത്യയിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ IIT, NIT, IIIT ബിടെക് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്കുള്ള JEE മെയിൻ്റെ 2ാമത്തെ അവസരം ഓൺലൈൻ എൻട്രൻസ് എക്സാം ഏപ്രിൽ 4 മുതൽ ആരംഭിക്കും. എക്സാം സിറ്റി അനൗൺസ്മെൻറ്റും പരീക്ഷാ തീയതിയും മാർച്ച് അവസാന വാരവും. അഡ്മിറ്റ് കാർഡുകൾ ഏപ്രിൽ 2 മുതലും വെബ്സൈറ്റിൽ നിന്ന് ലഭിക്കും. ഏപ്രിൽ 25-ന് JEE മെയിൻ ഓൾ ഇന്ത്യ റാങ്ക് പ്രഖ്യാപിക്കും. മുൻ വർഷത്തിൽ നിന്നും 3 ലക്ഷം വിദ്യാർത്ഥികൾ കൂടുതലായി എഴുതുന്നതിനാൽ കഴിഞ്ഞ വർഷം ലഭിച്ച പേഴ്സൻറ്റേജ് സ്കോറിന് അനുസൃതമായ ഓൾ ഇന്ത്യ റാങ്ക് ലഭിക്കുവാൻ സാധ്യത കുറവായിരിക്കും. 99% സ്കോറിനെങ്കിലും മുകളിൽ ലഭിച്ചാൽ മാത്രമേ ഈ വർഷം കമ്പ്യൂട്ടർ സയൻസ് ടോപ്പ് NITകളിൽ പ്രവേശനം സാധ്യമാകൂ എന്ന് ഈ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നു. IIT പ്രവേശനം സാധ്യമാകുന്ന JEE അഡ്വാൻസ്ഡ് എൻട്രൻസ് എക്സാം മെയ് 26-ന്. ക്വാളിഫൈ ചെയ്യുന്ന 2.5 ലക്ഷം കുട്ടികൾ JEE.adv.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുകയും അപേക്ഷാ ഫീസ് അടയ്ക്കുകയും ചെയ്യണം. കഴിഞ്ഞ വർഷം 90% സ്കോറിന് മുകളിൽ ലഭിച്ച ജനറൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കും
75% സ്കോറിന് മുകളിൽ ലഭിച്ച റിസർവേഷൻ വിഭാഗത്തിനും JEE അഡ്വാൻസ്ഡ് പരീക്ഷ എഴുതുവാൻ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ JEE മെയിൻ വഴി യോഗ്യത നേടുന്ന 2.5 ലക്ഷം വിദ്യാർത്ഥികളാണ് മെയ് 26-ന് JEE അഡ്വാൻസ്ഡ് എഴുതുന്നത്. ജൂൺ 9-ന് JEE അഡ്വാൻസ്ഡിൻ്റെ ഫലം പ്രഖ്യാപിക്കുകയും ജോസ സീറ്റ് അലോക്കേഷൻ ജൂലൈ മാസത്തിൽ ആരംഭിക്കുകയും ചെയ്യും. കീം 2024 ഓൺലൈൻ അപേക്ഷ മാർച്ച് 3-ാമത്തെ ആഴ്ചയായിരിക്കും ആരംഭിക്കുന്നത്. MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറി മുതലായ കേരളത്തിലെ മെഡിക്കൽ കോഴ്സുകൾക്കും എഞ്ചിനീയറിംഗ്, ബിഫാം, ആർക്കിടെക്ചർ കോഴ്സുകൾക്കുമാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. ഒരു കുട്ടിക്ക് ഈ 4 പ്രോഗ്രാമുകൾക്കും ഒരൊറ്റ ഓൺലൈൻ അപേക്ഷ മാത്രം മതിയാകും. നീറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ആ മാർക്ക് കേരള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്താണ് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് കേരള എൻട്രൻസ് കമ്മീഷൻ തയ്യാറാക്കുന്നത്. മെഡിക്കൽ പ്രവേശനത്തിന് കേരളത്തിൽ പ്രത്യേക പ്രവേശന പരീക്ഷയില്ല, നീറ്റ് മാത്രം എഴുതിയാൽ മതിയാകും. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ മെയ് 15 മുതൽ ഓൺലൈനായിട്ടായിരിക്കും ഈ വർഷം നടത്തുക. 3 മണിക്കൂറിൽ 150 ചോദ്യങ്ങളിൽ 3 സബ്ജക്റ്റും ഒരൊറ്റ പേപ്പറായിട്ടായിരിക്കും ഈ വർഷം ഓൺലൈൻ രീതിയിൽ നടത്തുന്നത്. നിലവിലുള്ള JEE മെയിൻ പോലെ പല പരീക്ഷകൾ നടക്കുന്നതുകൊണ്ടും പല ചോദ്യപേപ്പർ ആയതുകൊണ്ടും പേഴ്സൻറ്റേജ് സ്കോറും നോർമലൈസേഷൻ രീതിയുമായിരിക്കും റാങ്ക് നിർണയത്തിന് പരിഗണിക്കുന്നത്. 150 ചോദ്യങ്ങളിൽ 75 ചോദ്യങ്ങൾ മാത്തമാറ്റിക്സിൽ നിന്നും 45 എണ്ണം ഫിസിക്സിൽ നിന്നും കെമിസ്ട്രിക്ക് 30 ചോദ്യങ്ങളുമായിരിക്കും ഉണ്ടാവുക. വ്യത്യസ്ത ദിവസങ്ങളിൽ ചോദ്യപേപ്പറും വ്യത്യസ്തമായതിനാൽ നോർമലൈസേഷൻ രീതിയിൽ തയ്യാറാക്കുന്ന പേഴ്സൻറ്റേജ് സ്കോറും +2-ന് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിന് ലഭിച്ച മാർക്കും കൂടി തുല്യ അനുപാതത്തിലാക്കിയാണ് കേരള എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ബിഫാമിന് മാത്രം അപേക്ഷിക്കുന്നവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി മാത്രം ഉൾപ്പെടുത്തി 1.5 മണിക്കൂർ ഓൺലൈൻ പരീക്ഷയായിട്ടായിരിക്കും ഉണ്ടാവുക. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 2025-ലെ നീറ്റ് എൻട്രൻസിൽ വിജയമുറപ്പിക്കാൻ പാലാ ബ്രില്യന്റിൽ വിശ്വാസമർപ്പിച്ച് 1 വർഷം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനമെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമായി ഞങ്ങൾ കേരളത്തിലെ എല്ലാ ക്ലാസ് റൂം സെന്ററുകളെയും ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താൻ പോവുകയാണ്. 9 സെന്ററുകളാണ് റിപ്പീറ്റേഴ്സിനായി കേരളത്തിലുടനീളം സജ്ജമാക്കിയിട്ടുള്ളത്. എല്ലാ സെന്ററിലും ഒരേ സിസ്റ്റം, ഒരേ അധ്യാപകർ, ഒരേ സൗകര്യങ്ങൾ. നിങ്ങൾ എവിടെ താമസിക്കുന്നോ അതിന് തൊട്ടടുത്ത നഗരത്തിൽ തന്നെ നിങ്ങൾക്ക് ബ്രില്യന്റിന്റെ റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിൽ ഭാഗമാകാം. അതോടൊപ്പം ലോകത്തിന്റെ ഏത് കോണിലുമുള്ളവർക്ക് ഓൺലൈൻ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത് പരിശീലനം നേടാനും സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് brilliantpala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. സംശയങ്ങൾക്ക് 04822206100 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റും ജനന തീയതി തെളിയിക്കുന്നതിനുള്ള രേഖ, 10ാം ക്ലാസ് മാർക്ക് ലിസ്റ്റ്, ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്തിട്ടായിരിക്കും കീം 2024-ന് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. സാമുദായിക സംവരണം, മൈനോറിറ്റി, സ്പോർട്സ്, എക്സ് സർവീസ്, OEC, NRI എന്നിങ്ങനെ ഒരു കുട്ടിക്ക് ഏതൊക്കെ റിസർവേഷനുകൾ ലഭിക്കുമോ അതിൻ്റെ എല്ലാം സർട്ടിഫിക്കറ്റുകൾ അപേക്ഷാ സമയത്ത് തന്നെ ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. കേരള എൻട്രൻസ് കമ്മീഷൻ ഫ്ലോട്ടിംഗ് സംവരണം നിർത്തലാക്കുമോ? കേരള മെഡിക്കൽ റാങ്ക് അനുസരിച്ച് കേരള എൻട്രൻസ് കമ്മീഷൻ മെഡിക്കൽ കോളേജുകളിലിട്ട് MBBS അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ കഴിഞ്ഞ വർഷം വരെ ഫ്ലോട്ടിംഗ് സംവരണം നടപ്പാക്കിയിരുന്നു. അതായത് ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ മെറിറ്റ് സീറ്റിൽ പ്രവേശനം ലഭിക്കുവാൻ റാങ്ക് ഉണ്ടായിരുന്ന ഒരു കുട്ടി ആ കോളേജിനേക്കാളും താല്പര്യമുണ്ടായിരുന്ന മറ്റൊരു കോളേജിൽ പ്രവേശനം ആഗ്രഹിച്ച് ഹയർ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം കൊടുക്കുകയും ആദ്യത്തെ കോളേജിൽ അതേ സംവരണമുള്ള മറ്റൊരു കുട്ടിയെ പരിഗണിക്കുകയും ചെയ്യുക വഴി 174ഓളം MBBS സീറ്റുകൾ വിവിധ സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ലഭിക്കുമായിരുന്നു. എന്നാൽ ഈ വർഷം പുതുക്കിയ പ്രോസ്പെക്ടസ് പ്രകാരം എഞ്ചിനീയറിംഗിനും മെഡിക്കലിനും നിലവിലുള്ള ഫ്ലോട്ടിംഗ് സംവരണം ഒഴിവാക്കാനാണ് സാധ്യത. ഫ്ലോട്ടിംഗ് രീതി അനുസരിച്ച് മിടുക്കരായ കുട്ടികളെല്ലാം മെച്ചപ്പെട്ട മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും അഡ്മിഷൻ എടുക്കുമ്പോൾ മറ്റു ചില കോളേജുകളിൽ സംവരണ വിഭാഗക്കാർ മാത്രമാകുന്നു എന്നുള്ളതാണ് ഈ രീതി മാറ്റുവാനായി കാരണം പറയുന്നത്. ഇത് കോളേജുകളുടെ നിലവാരത്തെ തന്നെ
കാര്യമായി ബാധിക്കുന്നുണ്ടെന്നുള്ള വാദത്തിനും പ്രസക്തിയുണ്ട്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം CUET UG മെയ് 15 മുതൽ ഹൈബ്രിഡ് രീതിയിൽ. കൂടുതൽ വിദ്യാർത്ഥികൾ അപേക്ഷിക്കുന്ന വിഷയങ്ങൾ OMR രീതിയിൽ ഓഫ്ലൈനായി ഒരു ദിവസം കൊണ്ട് തന്നെ നടത്തുകയും ബാക്കി എല്ലാ പരീക്ഷകളും ഓൺലൈനായി പല ദിവസങ്ങൾ നടത്തുകയും ചെയ്യുന്ന രീതിയായിരിക്കും ഈ വർഷം CUET 2024. BSc അഗ്രികൾച്ചറിന് ICAR യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിക്കുന്നതിന് +2 പഠിച്ച ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ പരീക്ഷ എഴുതിയാൽ മതിയാകും. ഓൺലൈൻ അപേക്ഷ exams.nta.ac.in/CUET UG എന്ന വെബ്സൈറ്റ് വഴി മാർച്ച് 26 വരെ അപേക്ഷിക്കാം. ഡൽഹി, ഹൈദരാബാദ്, പോണ്ടിച്ചേരി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എന്നിവയടക്കം 42ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളും വിവിധ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്നിവയടക്കം ലക്ഷക്കണക്കിന് ബിരുദാനന്തര പ്രോഗ്രാമുകളാണ് CUET പെർസെൻറ്റേജ് സ്കോർ അനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നത്. കർണാടകത്തിൽ BSc നഴ്സിംഗ് പ്രവേശന പരീക്ഷ ഏപ്രിൽ 18, 19 തീയതികളിൽ. കഴിഞ്ഞ ഫെബ്രുവരി 26 ഓൺലൈൻ ആപ്ലിക്കേഷൻ അവസാനിച്ചിരുന്നുവെങ്കിലും മാർച്ച് 12 മുതൽ 15 വരെ വീണ്ടും അപേക്ഷകൾ സമർപ്പിക്കുവാൻ കുട്ടികൾക്ക് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കേരളത്തിലും BSc നഴ്സിംഗിന് ഈ വർഷം പ്രത്യേക പ്രവേശന പരീക്ഷ നിലവിൽ വരും. ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും 7000-ഓളം BSc നഴ്സിംഗ് സീറ്റുകൾക്കാണ് കേരളത്തിൻ്റെതായ പ്രവേശന പരീക്ഷ ജൂണിൽ നടക്കുന്നത്. എയിംസ് ഡൽഹി അടക്കം 16 എയിംസ് മെഡിക്കൽ കോളേജുകളിലെ 1500-ഓളം BSc നഴ്സിംഗ് സീറ്റുകളിലേക്കുള്ള അപേക്ഷ ആരംഭിച്ചിരിക്കുന്നു. നഴ്സിംഗ് പ്രവേശന പരീക്ഷ 2024 ജൂൺ 8-നും പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ജൂൺ 6-നും പ്രവേശന പരീക്ഷ നടക്കും. BSc നഴ്സിംഗിന് പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രവേശനം. BSc നഴ്സിംഗ് ഓൺലൈൻ എൻട്രൻസ് എക്സാമിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ സെക്കൻഡ് ഇയർ ടോപ്പിക്സിൽ നിന്നാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. ഏറ്റവും കുറഞ്ഞ ഫീസ് നിരക്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം ലഭിക്കുമെന്നതാണ് ഈ പ്രവേശന പരീക്ഷയുടെ പ്രാധാന്യം. വെബ്സൈറ്റ് aimsexams.ac.in. 2 ഘട്ടങ്ങളായിട്ടാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ആദ്യഘട്ടം ഫോട്ടോയും സിഗ്നേച്ചറും തമ്പ് ഇംപ്രഷനും മാത്രം അപ്ലോഡ് ചെയ്തുകൊണ്ടുള്ള ബേസിക് രജിസ്ട്രേഷനും പിന്നീട് ക്വാളിഫിക്കേഷനും എക്സാം സിറ്റി ചോയ്സും പേയ്മെൻറ്റ് എന്നിവയുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട രീതിയും. ഏപ്രിൽ 12 ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ അവസാന തീയതി. കുസാറ്റ് BTech എൻട്രൻസ് എക്സാം മെയ് 10, 11, 12 തീയതികളിൽ. ഓൺലൈൻ അപേക്ഷ admissions.kusat.ac.in എന്ന വെബ്സൈറ്റിലൂടെ മാർച്ച് 15 വരെ സമർപ്പിക്കാം. നേവൽ ആർക്കിടെക്ചർ, ഫയർ എഞ്ചിനീയറിംഗ്, MSc ഫോട്ടോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് പോലെ വിവിധ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ പ്രവേശനത്തിനും MSc ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾക്കുമുള്ള CAT 2024 എൻട്രൻസ് എക്സാമിൻ്റെ റാങ്ക് ഉപയോഗിക്കുന്നത്. ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ BSc ഓണേഴ്സ് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് പോലെ ഇവിടുത്തെ ബിരുദ പ്രവേശനത്തിന് മെയ് 19-നാണ് ഈ വർഷത്തെ പ്രവേശന പരീക്ഷ. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവ പരീക്ഷാ കേന്ദ്രങ്ങളായിരിക്കും. ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഏപ്രിൽ 15. വെബ്സൈറ്റ് cmi.ac.in/admissions. ക്രിസ്ത്യൻ വിഭാഗത്തിലെ കുട്ടികൾക്ക് മൈനോറിറ്റി റിസർവേഷൻ കൂടുതലായി ലഭിക്കുന്ന CMC വെല്ലൂർ MBBS പ്രവേശന നടപടികൾ ആരംഭിച്ചു. MBBS പ്രവേശനം NEET 2024 ഓൾ ഇന്ത്യ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. മാർച്ച് 21 അവസാന തീയതി. വെബ്സൈറ്റ് admissions.cmcvellur.ac.in. 2022-ലും 23-ലും +2 ബോർഡ് എക്സാം എഴുതിയ കുട്ടികൾക്കും 2024 ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്കും ഐസർ പ്രവേശനത്തിനായി ഏപ്രിൽ 1 മുതൽ അപേക്ഷിക്കാം. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ റാങ്ക് മാത്രമായിരിക്കും ഈ വർഷം മുതൽ യോഗ്യതാ മാനദണ്ഡം. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ജൂൺ 9-ന് രാജ്യവ്യാപകമായി ഓൺലൈൻ മോഡിൽ നടക്കും. ഐസർ admission.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടത്. 7 ഐസറുകളിലെ പ്രവേശനത്തിന് പുറമെ IISc ബാംഗ്ലൂരിലെ പ്രവേശനത്തിനും IIT മദ്രാസിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംയോജിത പ്രോഗ്രാമിനും IAT റാങ്ക് ഉപയോഗിക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.
ബാക്കിയുള്ള പറഞ്ഞോ. എടാ ഇപ്പൊ എൻട്രൻസ് എക്സാം ഒക്കെ വരുമല്ലേ, അമ്മാര് ബ്രില്യന്റിലെ ക്രാഷ് കോഴ്സിൽ പഠിക്കാൻ പോയേക്കോ. അതിന് ഇതിന് മാത്രം സെന്റർ ഉണ്ടോ ബ്രില്യന്റിന്? ഇതിന് മാത്രം സെന്റർ ഉണ്ടോന്നോ? ട്രിവാൻഡ്രത്ത് നിന്ന് പറഞ്ഞു തുടങ്ങാം. ട്രിവാൻഡ്രത്ത് തന്നെ നാലാഞ്ചിറ, നെയ്യാറ്റിൻകര, കവടിയാറ്, പിന്നെ കൊല്ലം, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര, കോട്ടയത്ത് കോട്ടയം, ചങ്ങനാശ്ശേരി, പാല, ഇടുക്കിയിലെ തൊടുപുഴയില്, എറണാകുളം ജില്ലയില് കോതമംഗലത്ത്, എറണാകുളം, പത്തനംതിട്ട, അടൂര്, അടുത്തത് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിനടുത്ത് കിഴക്കേ കോട്ടയിൽ. ഇത് നമ്മുടെ പാലക്കാട് സെന്ററും കോട്ടക്കൽ സെന്ററും കഴിഞ്ഞ് അങ്ങ് വടക്കൻ കേരളത്തിലോട്ട് പോയെന്നാ തോന്നുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ അടുത്ത് ബ്രില്യന്റിന്റെ സെന്റർ അല്ലേ? കണ്ണൂര് ടൗണിലും കൂത്തുപറമ്പിലും, കാസർഗോഡ് കാഞ്ഞങ്ങാടും. അങ്ങനെ കടലും കടന്ന് ദുബായിലോട്ട്. അപ്പൊ ഈ വർഷത്തെ ക്രാഷ് കോഴ്സ് തകർക്കുമല്ലേ? ഉറപ്പായി. നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രോഗ്രാമുകളിൽ പ്രവേശനം നേടുവാൻ ഇപ്പോൾ ഓൺലൈൻ അപേക്ഷ ആരംഭിച്ചു. വെബ്സൈറ്റ് nfsu.ac.in/admissions. എഞ്ചിനീയറിംഗ് മേഖലയിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാമ്പസുകളാണ് ബിറ്റ്സിൻ്റെ പിലാനി, ഗോവ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലുള്ളത്. ഈ ക്യാമ്പസുകളിലെ വിവിധ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഒരു വർഷം 2 അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്. 2024 മെയ് 19 മുതൽ 24 വരെയും ജൂൺ 27 മുതൽ 26 വരെ ആയിരിക്കും ഓൺലൈൻ എൻട്രൻസ് എക്സാം. bitsAdmission.com എന്ന വെബ്സൈറ്റ് വഴി 2 പ്രവേശന പരീക്ഷയ്ക്കും ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കും. +2 കഴിഞ്ഞ് IIM പ്രവേശനം. ഓൺലൈൻ രജിസ്ട്രേഷൻ മാർച്ച് 26 വരെ. ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡോർ +2 കഴിഞ്ഞവർക്ക് 5 വർഷത്തെ സംയോജിത മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് അവസരമൊരുക്കുന്നു. 2022, 23, 24 വർഷങ്ങളിലൊന്നിൽ +2 ജയിച്ചവർക്കാണ് ഇപ്പോൾ പ്രവേശനം. മെയ് 23-നായിരിക്കും അഭിരുചി പരീക്ഷ. വെബ്സൈറ്റ് ipm.admission.iimidr.ac.in. ഡിസൈനിങ് മേഖലകളിൽ IIT-കളിലടക്കം പ്രവേശനം ലഭിക്കുന്ന USEED എൻട്രൻസ് എക്സാമിൻ്റെ റാങ്ക് പ്രസിദ്ധീകരിച്ചു. USEED iitb.ac.in എന്ന വെബ്സൈറ്റിൽ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ മാർച്ച് 11 വരെ നടത്താം. റാങ്ക് അനുസരിച്ച് ഡിസൈനിങ്ങിന് മുംബൈ, ഡൽഹി, ഗുവാഹട്ടി, ഹൈദരാബാദ് തുടങ്ങിയ IIT-കളിലായിരിക്കും പ്രവേശനം ലഭിക്കുന്നത്. നേറ്റ നടത്തുന്ന ആർക്കിടെക്ചർ അഭിരുചി പരീക്ഷയുടെ ഓൺലൈൻ അപേക്ഷ neta.in എന്ന വെബ്സൈറ്റിൽ ആരംഭിച്ചു. ഏപ്രിൽ മുതൽ എല്ലാ ശനി, ഞായർ ദിവസങ്ങളിലും അഭിരുചി പരീക്ഷകൾ ഉണ്ടായിരിക്കും. താല്പര്യമുള്ളവർക്ക് ഒരു വർഷം 3 പ്രാവശ്യം വരെ പരീക്ഷ എഴുതാം. +2 ലഭിക്കുന്ന മാർക്കും നേറ്റയുടെ ഏറ്റവും കൂടിയ സ്കോറും ചേർത്തായിരിക്കും കേരളത്തിലെ ആർക്കിടെക്ചർ പ്രവേശനം നടത്തുന്നത്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 2024-25 അധ്യയന വർഷത്തെ പ്രവേശനത്തിന് ഓൺലൈൻ അപേക്ഷ മാർച്ച് 26 വരെ ക്ഷണിച്ചിരിക്കുന്നു. isical.ac.in എന്ന വെബ്സൈറ്റ് വഴി ഇപ്പോൾ അപേക്ഷിക്കാം. പരീക്ഷ മെയ് 12-ന്. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങൾ. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.